പ്രിയപ്പെട്ട കുട്ടികളെ, മെയ് 27 നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ചരമവാർഷികമാണ്. ചാച്ചാജി എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നിങ്ങളെയും ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനം നമ്മൾ ശിശുദിനമായിട്ട് ആചരിച്ചു പോരുകയും ചെയ്യും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അദ്ദേഹം വഹിച്ച പങ്ക് എന്താണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയോടൊപ്പം പ്രവർത്തിക്കുകയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരികയും ചെയ്ത മഹത് വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. സ്വതന്ത്ര ഭാരതത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയ സങ്കല്പങ്ങളുണ്ടായിരുന്നു, ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. അതിൽ പലതും ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതിച്ചേർക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇനിയും സാക്ഷാത്കരിക്കപ്പെടാത്ത, എന്നാൽ ഭരണഘടനയിൽ അന്ന് എഴുതി ചേർക്കപ്പെടാത്ത രണ്ട് കാര്യങ്ങളാണ് മതേതരത്വവും സ്ഥിതി സമത്വവും. 1976 നെഹ്റുവിന്റെ പുത്രി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവിന്റെ ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തുടങ്ങിയ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന്റെ സംഭാവനകളാണ് എന്ന് നമ്മൾ ഓർക്കണം. കുട്ടികളെ അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതിനൊരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. പലതും നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്, എങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കാൻ വേണ്ടി ഞാനൊരു കഥ പറയാം. ഒരിക്കൽ അദ്ദേഹത്തിന് ജപ്പാനിലെ കുട്ടികൾ ഒരു കത്തെഴുതുന്നതിൽ ഏറ്റവും അധികം തൽപരനായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ കുട്ടികളുടെ കത്തുകൾ വായിക്കുകയും അതിന് മറുപടി കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. നിങ്ങൾക്കറിയാം, ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകൾ ഇന്ദിരയ്ക്ക് അയച്ച കത്തുകൾ, അച്ഛൻ മകൾക്ക് അയച്ച കത്ത് എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകമാണ്. അത് നിങ്ങൾ കണ്ടെത്തുക, വായിക്കുക. ജപ്പാനിലെ കുട്ടികൾ അയച്ച കത്ത് അദ്ദേഹം പൊട്ടിച്ചു വായിച്ചു. അതിൽ തങ്ങൾക്കൊരു ആനയെ വേണം എന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അവരുടെ സൂവിലുണ്ടായിരുന്ന 2 ആനകളും നഷ്ടപ്പെട്ടു. അപ്പോൾ ആനകളെ കാണാനുള്ളവരുടെ കൊതിയാണ് ആനയെ വേണം എന്നാവശ്യപ്പെടാൻ അവരെ പ്രേരിപ്പിച്ചത്. ഇത് മനസ്സിലാക്കി അദ്ദേഹം ഒരു ആനയെ കണ്ടെത്തുകയുണ്ടായി. ഇന്ദിര എന്നു പേരുള്ള 15 വയസ്സുള്ള ഒരു ആനയെ അദ്ദേഹം ജപ്പാനിലെ കുട്ടികൾക്ക് വേണ്ടി അയച്ചു കൊടുത്തു. കുട്ടികൾ ആനയെ കണ്ട് സന്തോഷിക്കുകയും അത്ഭുതപ്പെടുകയും ഒക്കെ ചെയ്തു. അതോടൊപ്പം അദ്ദേഹം ഒരു കത്തും അതിന് കൊടുത്തിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നത്, ഞാൻ ജപ്പാനിലെ കുട്ടികൾക്ക് നൽകുന്ന സമ്മാനമല്ല ഇത്, ഇന്ത്യയിലെ കുട്ടികൾ ജപ്പാനിലെ കുട്ടികൾക്ക് വേണ്ടി നൽകുന്ന ഒരു സമ്മാനമായിട്ട് ഇതിനെ കണക്കാക്കണം. ഈ ആന വളരെയേറെ സ്നേഹവും ആരോഗ്യവും ശക്തിയും ക്ഷമാശീലവും ഒക്കെയുള്ള ഒരു മൃഗമാണ്. ഈ ഗുണങ്ങളെല്ലാം നിങ്ങളിലും വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണ്. ഒപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. ഇന്ദിര ഈസ് ടു ബി ആൻ എമിസറി ഓഫ് പീസ് ആൻഡ് സിംബൽ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ജപ്പാൻ ആൻഡ് ഇന്ത്യ. അതായത് ജപ്പാനും ഇന്ത്യയും തമ്മിലുള്ള സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ, സൗഹൃദത്തിന്റെ ഒരടയാളമായിരിക്കണം ഈ ആന എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഏതാണ്ട് 30 വർഷക്കാലം ആ ആന അതുപോലെ തന്നെ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സിംബലായിട്ട് നിലകൊള്ളുകയും 1979 മരിക്കുകയും ചെയ്തു. കുട്ടികൾ എന്ന് പറയുന്നത് നിഷ്കളങ്കരാണ്. അവർ മുതിരുമ്പോഴാണ് അവരുടെ മനസ്സ് മലിനമാവുന്നത്. ആ നിഷ്കളങ്കത എന്നെന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഇന്ത്യയിലെ കുട്ടികളോട് ഇപ്രകാരം പറയുകയുണ്ടായി, ഐ ഹോപ്പ് ദാറ്റ് യു വിൽ ടേക്ക് എ ലോങ് ടൈം ഇൻ ഗ്രോയിങ് അപ്പ്. ശരിയാണ്, വളരുംതോറും നമ്മളുടെ മനസ്സ് മലിനമാക്കപ്പെടും.
അപ്പോൾ മനസ്സിലെ നിഷ്കളങ്കതയും സ്നേഹവും സൗഹാർദ്ദവും എന്നും നിലനിർത്തേണ്ടത് ഓരോ കുട്ടിയുടെയും ആവശ്യമാണ്. ജീവിതത്തിലുടനീളം അത് നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി. മനസ്സിലാക്കി അദ്ദേഹം ഒരു ആനയെ കണ്ടെത്തുകയുണ്ടായി. ഇന്ദിര എന്നു പേരുള്ള 15 വയസ്സുള്ള ഒരു ആനയെ അദ്ദേഹം ജപ്പാനിലെ കുട്ടികൾക്ക് വേണ്ടി അയച്ചു കൊടുത്തു. കുട്ടികൾ ആനയെ കണ്ട് സന്തോഷിക്കുകയും അത്ഭുതപ്പെടുകയും ഒക്കെ ചെയ്തു. അതോടൊപ്പം അദ്ദേഹം ഒരു കത്തും അതിന് കൊടുത്തിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നത്, ഞാൻ ജപ്പാനിലെ കുട്ടികൾക്ക് നൽകുന്ന സമ്മാനമല്ല ഇത്, ഇന്ത്യയിലെ കുട്ടികൾ ജപ്പാനിലെ കുട്ടികൾക്ക് വേണ്ടി നൽകുന്ന ഒരു സമ്മാനമായിട്ട് ഇതിനെ കണക്കാക്കണം. ഈ ആന വളരെയേറെ സ്നേഹവും ആരോഗ്യവും ശക്തിയും ക്ഷമാശീലവും ഒക്കെയുള്ള ഒരു മൃഗമാണ്. ഈ ഗുണങ്ങളെല്ലാം നിങ്ങളിലും വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണ്. ഒപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. ഇന്ദിര ഈസ് ടു ബി ആൻ എമിസറി ഓഫ് പീസ് ആൻഡ് സിംബൽ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ജപ്പാൻ ആൻഡ് ഇന്ത്യ. അതായത് ജപ്പാനും ഇന്ത്യയും തമ്മിലുള്ള സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ, സൗഹൃദത്തിന്റെ ഒരടയാളമായിരിക്കണം ഈ ആന എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഏതാണ്ട് 30 വർഷക്കാലം ആ ആന അതുപോലെ തന്നെ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സിംബലായിട്ട് നിലകൊള്ളുകയും 1979 മരിക്കുകയും ചെയ്തു. കുട്ടികൾ എന്ന് പറയുന്നത് നിഷ്കളങ്കരാണ്. അവർ മുതിരുമ്പോഴാണ് അവരുടെ മനസ്സ് മലിനമാവുന്നത്. ആ നിഷ്കളങ്കത എന്നെന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഇന്ത്യയിലെ കുട്ടികളോട് ഇപ്രകാരം പറയുകയുണ്ടായി, ഐ ഹോപ്പ് ദാറ്റ് യു വിൽ ടേക്ക് എ ലോങ് ടൈം ഇൻ ഗ്രോയിങ് അപ്പ്. ശരിയാണ്, വളരുംതോറും നമ്മളുടെ മനസ്സ് മലിനമാക്കപ്പെടും. അപ്പോൾ മനസ്സിലെ നിഷ്കളങ്കതയും സ്നേഹവും സൗഹാർദ്ദവും എന്നും നിലനിർത്തേണ്ടത് ഓരോ കുട്ടിയുടെയും ആവശ്യമാണ്. ജീവിതത്തിലുടനീളം അത് നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി. നെഹ്റുജിയുടെ ചരമദിനമല്ലേ? അമ്മേ, ഞാൻ നന്ദനെ ഒന്ന് വിളിച്ചോട്ടെ? ഫോൺ എടുക്കുകയാണേ. ഹലോ, നന്ദനയല്ലേ? ഞാൻ ശിവാനിയാണ്. ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാണ്. ഇന്ന് നെഹ്റുജിയുടെ ചരമദിനമാണ്. ഇതിനെക്കുറിച്ച് എന്തൊക്കെ അറിയാം നന്ദനെ? നമ്മുടെ സ്കൂളിൽ ശിശുദിനത്തിന് ആഘോഷങ്ങളൊക്കെ നടത്താറുണ്ട്. എനിക്കിതിനെ കുറിച്ച് കുറച്ചൊക്കെ അറിയാം. സ്കൂളില്ലാത്തത് കൊണ്ട് കൂടുതലൊന്നും അറിയാൻ കഴിയുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിനെപ്പറ്റി അറിയാൻ നമ്മുടെ സ്കൂളിലെ ഉഷ ടീച്ചറിനെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, അതെ, ഉഷ ടീച്ചറാണ്. നന്ദന, പറയൂ. ചാച്ചാജിയുടെ ചരമദിനമാണ്. നമുക്ക് ചില വസ്തുതകൾ പങ്കുവയ്ക്കാം. ഓക്കെ. നമസ്കാരം കുട്ടികളെ. എല്ലാവരും വീടുകൾ സുരക്ഷിതരായിരിക്കുന്നല്ലോ. നിങ്ങൾ ചെയ്യുന്ന ലോക്ക്ഡൗൺ പ്രവർത്തനങ്ങളൊക്കെ കാണുന്നുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. കൂട്ടത്തിൽ വായനയും എഴുത്തുമൊക്കെ തുടരുക. പിന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ചാച്ചാജിയുടെ, ജവഹർലാൽ നെഹ്റുവിൻ്റെ ചരമദിനമാണെന്ന്.
അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില വസ്തുതകൾ നമുക്ക് ഈ അവസരത്തിൽ പങ്കുവയ്ക്കാം. നവഭാരതത്തിൻ്റെ ശില്പി, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ്, സ്വതന്ത്ര ചിന്തകൻ, ഗ്രന്ഥകർത്താവ്, ചരിത്രകാരൻ എന്നീ നിലകളിലൊക്കെ അദ്ദേഹം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ തികഞ്ഞ ഒരു മനുഷ്യസ്നേഹിയുമായിരുന്നു അദ്ദേഹം. 1889 നവംബർ 14 അലഹബാദിലെ ഒരു കാശ്മീരി പണ്ഡിറ്റ് കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പിതാവ് മോത്തിലാൽ നെഹ്റുവും മാതാവ് സ്വരൂപ് റാണിയും. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ജവഹർലാൽ ഉപരിപഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോയി. ലണ്ടനിലെ പ്രശസ്തമായ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്നും ബിരുദം നേടി. തുടർന്ന് നിയമപഠനവും പൂർത്തിയാക്കി. 1912 ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ അദ്ദേഹം അലഹബാദ് കോടതിയിൽ അഭിഭാഷകനായി പ്രവേശിച്ചു. 1916 കമല കൗളിനെ വിവാഹം കഴിച്ചു. ഇക്കാലയളവിലൊക്കെ തന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തോടും താല്പര്യമുണ്ടായിരുന്നു. പതുക്കെ അഭിഭാഷക വൃത്തി ഉപേക്ഷിച്ച് മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായി പ്രവർത്തിക്കാൻ തുടങ്ങി. സ്വാതന്ത്ര്യസമര പ്രവർത്തനങ്ങൾ സജീവമായതോടെ അറസ്റ്റും ജയിൽവാസവും ജീവിതത്തിൻ്റെ ഭാഗമായി. ജയിലറയെ അദ്ദേഹം വായനശാലയാക്കി മാറ്റി. അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര ചിന്തകളെ ചങ്ങലക്കിടാൻ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ ശക്തികൾക്കായില്ല. നെഹ്റുവിൻ്റെ പല രചനകളും ജന്മം കൊണ്ടത് ജയിലറയ്ക്കുള്ളിൽ വച്ചാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതിൽ നെഹ്റുവും ഗാന്ധിജിക്കൊപ്പം സുപ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. ഭാരതം സ്വതന്ത്രമായത് മുതൽ 17 വർഷക്കാലം അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു. ഈ കാലയളവിലുണ്ടായ പല പരിഷ്കാരങ്ങളും ഇന്ത്യയെ പുരോഗതിയിലേക്ക് നയിച്ചവയാണ്. പഞ്ചവത്സര പദ്ധതികളിൽ ഊന്നിക്കൊണ്ടുള്ള സാമ്പത്തിക ആസൂത്രണം എടുത്തു പറയേണ്ട ഒന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹം ആവിഷ്കരിച്ച ചേരിചേരാ നയം എന്ന നിഷ്പക്ഷമായ വിദേശ നയം ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റിയതാണ്. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതി, ഇംഗ്ലീഷ് ഭാഷയുടെ വ്യാപകമായ പ്രചാരം, ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിലെല്ലാം നെഹ്റുവിൻ്റെ ദീർഘവീക്ഷണങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും കാണാവുന്നതാണ്. നെഹ്റുവിന് കുഞ്ഞുങ്ങളെയും പൂക്കളെയും വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണല്ലോ നാം ശിശുദിനമായി ആഘോഷിക്കുന്നത്. കുട്ടികളോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായി ജപ്പാനിലെ കുട്ടികളുടെ ആവശ്യപ്രകാരം അവർക്ക് ഒരു ആനയെ അയച്ചു കൊടുത്ത കഥ നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. മൈസൂരിൽ നിന്ന് ഒരു ആനയെ വരുത്തി ഇന്ദിര എന്ന ഓമന പേരിട്ട് ടോക്കിയോയിലെ കുട്ടികൾക്ക് അയച്ചു കൊടുത്തു. അവർ ആനയ്ക്ക് വൻ വരവേൽപ്പാണ് നൽകിയത്. അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ദിരാ പ്രിയദർശിനി, എവർക്കും അറിയാം, ഇന്ത്യയുടെ ഏക വനിതാ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി. അദ്ദേഹത്തിൻ്റെ സഹോദരി വിജയലക്ഷ്മി പണ്ഡിറ്റും വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വനിതാ രത്നമാണ്. ആത്മകഥ, ഇന്ത്യയെ കണ്ടെത്തൽ, ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ, വിശ്വചരിത്ര അവലോകനം തുടങ്ങി അദ്ദേഹത്തിൻ്റെ കൃതികൾ ചരിത്രത്തിൽ ഇടം നേടിയവയാണ്. ഇവയൊക്കെ നിശ്ചയമായും നിങ്ങൾ പരിചയപ്പെടണം. പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയേക്കാൾ ഉപരി ഇന്ത്യയുടെ ആത്മാവ് കണ്ടെത്തിയ, അതിനെ തൊട്ടറിഞ്ഞ ഒരു സാഹിത്യകാരനെ അദ്ദേഹത്തിൻ്റെ രചനകളിൽ നമുക്ക് കാണാൻ കഴിയും. ജവാഹർ എന്ന അറബി വാക്കിന് അരുമയായ രത്നം എന്നാണ് അർത്ഥം. കൈവച്ച മേഖലകളിലെല്ലാം രത്നശോഭ പടർത്തി 3/4 നൂറ്റാണ്ടോളം ഭാരതഭൂമിയെ ധന്യമാക്കിയ ആ മഹത് വ്യക്തി 1964 മെയ് 27 നമ്മോട് വിട പറഞ്ഞത്. ഈ ദിനം നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാം. ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ, വീട്ടിൽ സുരക്ഷിതരായിരിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. നന്ദി, നമസ്കാരം.
കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിൽ മാതാപിതാക്കൾക്കുള്ള പങ്ക് ചെറുതല്ല. താരാട്ടുപാട്ടിലൂടെയും പ്രകൃതി നിരീക്ഷണത്തിലൂടെയും ചെറുകഥകളിലൂടെയും ആ പ്രക്രിയ നടക്കുമ്പോൾ കുട്ടി അറിയാതെ തന്നെ അവരിൽ ഒരു വ്യക്തിത്വം രൂപം കൊള്ളുകയാണ്. മഹാന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ ഇത് തീർത്തും ശരിയാണെന്ന് മനസ്സിലാകും. കുട്ടികളുടെ പ്രിയങ്കരനായ ചാച്ചാജി തൻ്റെ മകളായ കൊച്ചിന്ദിരയെ ലോകമെമ്പാടും അറിയുന്ന ഇന്ദിരാഗാന്ധിയാക്കി മാറ്റിയത് ഈ പ്രക്രിയയിലൂടെയാണ്. ഭാരതത്തെ ബ്രിട്ടീഷുകാരിൽ നിന്നും മോചിപ്പിക്കാൻ പണിപ്പെടുമ്പോഴും നെഹ്റു ഒരു പിതാവിൻ്റെ കർത്തവ്യം നിറവേറ്റിക്കൊണ്ടിരുന്നു. അതിന് അദ്ദേഹം കണ്ടെത്തിയ മാർഗമായിരുന്നു കത്തെഴുതൽ. ചരിത്രത്തിൽ തന്നെ ഇടം നേടിയ ആ കത്തുകളിൽ മകളുടെ സുഖാന്വേഷണത്തിനും അപ്പുറം ആ കുട്ടിയിൽ രാജ്യസ്നേഹം വളർത്തുക എന്നതായിരുന്നു. രാജ്യത്തിനു വേണ്ടി ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന അവസരത്തിൽ നെഹ്റു എഴുതിയ കത്തുകളിൽ ഇന്ത്യയുടെ ചരിത്രത്തെയും ഭൂപ്രകൃതിയെയും ഇവിടുത്തെ കർഷകരെയും പുരാണേതിഹാസങ്ങളെയും പരിചയപ്പെടുത്താനാണ് നെഹ്റു ശ്രമിച്ചത്. ആ ശ്രമങ്ങൾ തന്നെയാണ് ഇന്ത്യക്ക് സഹസ്രാബ്ദത്തിലെ വനിത എന്നറിയപ്പെട്ട ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി എന്നറിയപ്പെട്ട ഇന്ദിരാ പ്രിയദർശിനിയെ ലഭിച്ചത്. മകളെ ഒരു ധീര വനിതയാക്കി മാറ്റിയ ചാച്ചാജിക്ക് 1000 പ്രണാമങ്ങൾ. അമ്മേ ഞാൻ വരച്ച പടം നോക്കൂ. എവിടെ നോക്കട്ടെ? ഹായ്, നല്ല റോസാപ്പൂവ്. ഈ റോസാപ്പൂവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മഹത് വ്യക്തിയുണ്ട് നമുക്ക്. ആരെന്ന് പറയാമോ? നമ്മുടെ പ്രിയപ്പെട്ട ചാച്ചാജി അല്ലേ? അതെ, നമ്മുടെ പ്രിയപ്പെട്ട ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും പറഞ്ഞു തരാം. പക്ഷെ അതിനു മുന്നേ മോക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? അദ്ദേഹം 1889 നവംബർ 14 അലഹബാദിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് മോത്തിലാൽ നെഹ്റു എന്നും മാതാവിന്റെ പേര് സ്വരൂപ് റാണി എന്നുമായിരുന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നമ്മൾ ചിൽഡ്രൻസ് ഡേ ആയി ആഘോഷിക്കാറ്. അദ്ദേഹം ഇന്ത്യയുടെ ആദ്യ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. കൊള്ളാം, മിടുക്കി. ഇത്രയും കാര്യങ്ങൾ അറിയാം. അദ്ദേഹത്തിന് ഒരു മകൾ ഉണ്ടായിരുന്നു, അറിയാമോ? ഇന്ദിരാഗാന്ധി അല്ലേ? അതെ, ഇന്ദിരാഗാന്ധിയും നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്നു. 1964 മെയ് 27 അദ്ദേഹം അന്തരിച്ചത്. അതെ, ഇന്ന് മെയ് 27 ജവഹർലാൽ നെഹ്റുവിൻ്റെ ചരമദിനമാണ് ഇന്ന്. അദ്ദേഹം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നു. 1955 അദ്ദേഹത്തിന് ഭാരതരത്ന ബഹുമതി ലഭിച്ചിട്ടുണ്ട്. 1964 മെയ് 27 അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്തത് യമുനാ നദിയുടെ കരയിലുള്ള ശാന്തിവനത്തിലാണ്. അന്ന് ആ ചടങ്ങുകൾ കാണാനായിട്ട് ഏകദേശം 15 ലക്ഷത്തോളം ജനങ്ങളാണ് പങ്കെടുത്തത്. അപ്പം നോക്കിക്കേ, ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാനം നമ്മളിപ്പോഴേ അദ്ദേഹത്തെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ആദരവോട് നമ്മൾ സ്മരിക്കാറുണ്ട്. നെഹ്റു എന്ന വാക്കിന്റെ അർത്ഥം അമ്മയ്ക്ക് അറിയാമോ? നെഹ്റു എന്ന വാക്കിന് വിലയേറിയ രത്നം, അമൂല്യമായ രത്നം എന്നാണ് അർത്ഥം. ശരിക്കും ആ വാക്ക് പോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും. നമുക്ക് ഏറ്റവും അമൂല്യമായൊരു രത്നം തന്നെയാണ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിനെ പറ്റി ചെറിയൊരു കഥ എനിക്ക് പറഞ്ഞു തരാമോ? തീർച്ചയായും പറഞ്ഞു തരാം. പണ്ട് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കവേ തീർമൂർത്തി ഭവനിൽ അദ്ദേഹം ഒരു ദിവസം മുറ്റത്ത് ആ പൂന്തോട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. അങ്ങനെ നടന്ന സമയത്താണ് പെട്ടെന്ന് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ അദ്ദേഹം കേട്ടു. കരച്ചിൽ കേട്ട ദിക്കിലേക്ക് അദ്ദേഹം നോക്കി കാണുന്നില്ല. കുറേ ദൂരം അദ്ദേഹം മുന്നോട്ട് നടന്നപ്പോൾ ഒരു മരത്തിൻ്റെ തണലിൽ ഒരു കൊച്ചു കുഞ്ഞ് കൈകാലിട്ട് അടിച്ചു കിടന്ന് ഒക്കെ കരയുകയാണ്. പ്രധാനമന്ത്രി ചുറ്റും നോക്കി. എന്തിനായിരിക്കും നോക്കിയത്? ആ കുഞ്ഞിൻ്റെ അമ്മ അവിടെ അടുത്തെങ്ങാനും ഉണ്ടോ നോക്കിയപ്പോൾ ആരും എവിടെയൊന്നും കാണാനില്ല. പിന്നെ ഒന്നും ആലോചിച്ചില്ല. ജവഹർലാൽ നെഹ്റു ഓടിപ്പോയി ആ കുഞ്ഞിനെ പോയി തൻ്റെ കൈകളിലേക്ക് എടുത്തു. ഇദ്ദേഹം എടുത്തതും ആ കുഞ്ഞ് തൻ്റെ കരച്ചിൽ നിർത്തി. എന്നിട്ട് പല്ലില്ലാത്ത മോണ കാട്ടി ചിരിക്കാൻ തുടങ്ങി. നെഹ്റു തൻ്റെ മടിയിൽ ഒത്തിരി സമയം ആ കുഞ്ഞിനെ കളിപ്പിച്ചു. കുറേ സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ അമ്മ കുഞ്ഞിനെ തിരക്കി വന്നു. താൻ കിടത്തിയ സ്ഥലത്ത് നോക്കിയപ്പോൾ കുഞ്ഞിനെ
കാണാനില്ല. അമ്മയ്ക്ക് പരിഭ്രമമായി. ചുറ്റും നോക്കിയപ്പോൾ അമ്മ കണ്ട കാഴ്ച എന്തായിരുന്നു? പ്രധാനമന്ത്രിയുടെ മടിത്തട്ടിൽ ഇരുന്ന് തൻ്റെ കുഞ്ഞ് കളിക്കുന്ന കാഴ്ചയാണ് അമ്മ കണ്ടത്. അമ്മയ്ക്ക് സന്തോഷം അടക്കാനായില്ല. തൻ്റെ മകന് ലഭിച്ച ആ ഒരു സൗഭാഗ്യം ഓർത്ത് അവരുടെ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണീര് പൊഴിയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഓടിച്ചേർന്ന് തൻ്റെ വിറയാർന്ന കരങ്ങളോടെ ആ പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്ന് അമ്മ കുഞ്ഞിനെ ഏറ്റുവാങ്ങി. ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എന്താ നമുക്ക് തോന്നിയത്? നമ്മുടെ ചാച്ചാജിക്ക് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹമല്ലേ? അതേ, കുഞ്ഞുങ്ങൾ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ ലാളിത്യം ഇല്ലേ, പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കവെയാണ് അദ്ദേഹം ഈ പ്രവൃത്തി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ലാളിത്യത്തിന് ഒരു ഉദാഹരണം കൂടിയാണ് ഈ കഥ. പിന്നെ അത് മോൾ പറഞ്ഞല്ലോ, നമ്മുടെ ചാച്ചാജി കുഞ്ഞുങ്ങൾക്ക് എല്ലാം ഇഷ്ടമായിരുന്നു. കുഞ്ഞുങ്ങളെല്ലാം സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ചാച്ചാജി എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? അദ്ദേഹം പൂക്കളെയും കുഞ്ഞുങ്ങളെയും എല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ അദ്ദേഹത്തിന് സ്നേഹപൂർവ്വം ചാച്ചാജി എന്ന് വിളിച്ചിരുന്നത്. ഇതുപോലെ നിരവധി കഥകൾ നെഹ്റുവായിട്ട് ബന്ധപ്പെട്ടുണ്ടാകും. അതെല്ലാം മറ്റൊരു ദിവസം നമുക്ക് പറഞ്ഞു തരാം. എന്താ ചേച്ചി വായിക്കുന്ന? നിനക്ക് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമോ? അറിയില്ല. എന്താ? നിനക്ക് ജവഹർലാൽ നെഹ്റു ആരാണെന്ന് അറിയാമോ? അറിയാം, നമ്മുടെ എല്ലാവരുടെ ചാച്ചാജിയല്ലേ? അതെ, തീർച്ചയായും. ഇന്ന് അദ്ദേഹത്തിന്റെ ചരമദിനമാണ്. നമ്മുടെ രാഷ്ട്രശില്പിയായ അദ്ദേഹം ഓർമ്മയായിട്ട് ഇന്നേക്ക് 56 വർഷം തികയുകയാണ്. 1964 മെയ് 27 അദ്ദേഹം മരണമടഞ്ഞത്. ഞാൻ അദ്ദേഹത്തെ പറ്റി എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു തരാം. നിനക്കത് കേൾക്കാൻ താല്പര്യമുണ്ടോ? തീർച്ചയായും ചേച്ചി, എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. പറഞ്ഞു തരാം. ജവഹർലാൽ നെഹ്റു ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ജനനം 1889 നവംബർ 14 പ്രയാഗ്രാജിൽ വെച്ചായിരുന്നു. ഈ ദിവസം ഇന്ത്യ ഒട്ടാകെ ശിശുദിനമായി ആഘോഷിച്ചു വരുന്നു. സ്വരൂപ റാണി നെഹ്റുവും മോത്തിലാൽ നെഹ്റുവുമായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ. 1916 കമല നെഹ്റുവിനെ അദ്ദേഹം വിവാഹം കഴിച്ചു. ഇന്ത്യയുടെ 4ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിന്റെ ഏക മകളാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന 1947 1964 ഇടയിലുള്ള കാലഘട്ടത്തിൽ നിരവധി ദേശീയവും അന്താരാഷ്ട്രവുമായുള്ള നയങ്ങളുടെ മുഖ്യ ശില്പിയായി അദ്ദേഹം മാറി. ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നയും അദ്ദേഹം കരസ്ഥമാക്കി. നീ ശ്രദ്ധിച്ചിട്ടില്ലേ, അദ്ദേഹം ധരിക്കുന്ന വസ്ത്രത്തിൽ എപ്പോഴും ഒരു റോസാപ്പൂവും ഉണ്ടായിരുന്നു. ഞാൻ ചിത്രത്തിൽ കണ്ടിട്ടുണ്ട്. അതെ, ഒരു റോസാപ്പൂവിനെ ഇത്രയധികം സ്നേഹിക്കുന്ന ആ മനുഷ്യന്റെ മനസ്സ് ഒരു റോസാപ്പൂ പോലെ തന്നെ കോമളമായതായിരുന്നു. കുട്ടികളെ ഇതുപോലെ സ്നേഹിക്കുന്ന മനുഷ്യരെ നാം വേറെ അപൂർവമായിട്ടേ അറിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ചാച്ചാജി എന്ന് വിളിക്കുന്നത്. പ്രകാശപൂരിതമായ ബാല്യം തന്നെയായിരിക്കണം ഓരോ കുട്ടിയുടേതും എന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസം അവർക്ക് കരസ്ഥമാക്കാൻ സാധിക്കണമെന്നും അദ്ദേഹം തീരുമാനമെടുത്തു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഓരോ കുട്ടിയും ഭാവിയെ പ്രതിനിധാനം ചെയ്യുന്നുവെന്നും നിഷ്കളങ്ക മനസ്സോടു കൂടിയുള്ളവർ ദൈവതുല്യരാണെന്നും അദ്ദേഹം വിശ്വസിച്ചു. ചെറുപ്പകാലം മുതൽക്കേ അദ്ദേഹത്തിന് താല്പര്യം ശാസ്ത്രത്തിലും തത്വചിന്തയിലും ഒക്കെ ആയിരുന്നു. 1910 ശാസ്ത്രത്തിൽ ബിരുദം നേടി അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം നിയമം പഠിച്ച് 1912 അത് വിജയകരമായി പൂർത്തീകരിച്ചു. ഇന്നും നാം അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുവാനുള്ള കാരണം നിനക്ക് മനസ്സിലായിരിക്കുമല്ലോ. തീർച്ചയായും ചേച്ചി. പഠിത്തത്തിലെ അദ്ദേഹത്തിന്റെ മികവും വളരെ ശ്രദ്ധേയമാണ്. അതെ ചേച്ചി, ഞാൻ ഇന്ന് മുതൽ അദ്ദേഹത്തെ മാതൃകയായി പഠിച്ചു തുടങ്ങും. അതെ, അതിനുവേണ്ടി പരിശ്രമിച്ചാൽ നിനക്ക് തീർച്ചയായും അങ്ങനെ തന്നെ ആവാം. തീർച്ചയായും ഞാൻ പഠിച്ചു നോക്കും. അങ്ങനെ തന്നെ വേണം.